ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എനിക്ക് ഒരു വർക്കിംഗ് മോഡൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ TTC കോഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു, ലാസ്റ്റ് കമ്മീഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റേതായ രീതിയിൽ സയൻസിൻ്റെ വർക്കിംഗ് മോഡൽ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു വർക്കിംഗ് മോഡൽ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ബോക്സ് സംഘടിപ്പിച്ചു കേട്ടോ. കടയിൽ പോയൊരു ബോക്സ്, നമ്മുടെ ചെരുപ്പിൻ്റെയൊക്കെ പെട്ടിയില്ലേ, ആ ഒരു ബോക്സ് സംഘടിപ്പിച്ചു. പിന്നെ പോയി കറുത്ത ചാർട്ടൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഈ ബോക്സ് എനിക്ക് കംപ്ലീറ്റ് ഈ കറുത്ത ചാർട്ട് അങ്ങ് ഒട്ടിക്കണം, കറുപ്പ് ഫുൾ ബ്ലാക്ക് കളറാക്കി മാറ്റണം എനിക്ക്. അപ്പോൾ അത് ചെയ്ത് എടുത്ത് കേട്ടോ. രാത്രിയാണ് ഞാൻ ഇരുന്നത്. രാത്രി ആരുടെയും ശല്യം ഇല്ലാണ്ട് ഞാൻ വലിയ കാര്യത്തിൽ വെളിയിൽ പോയതൊക്കെ ഇത് രണ്ടെണ്ണം എൻ്റെ കൂടെ വന്നിരുന്നു. എന്തായാലും രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഞാനത് ആ ഒരു പെട്ടി, ഒരു കറുത്ത ബോക്സ് സെറ്റ് ചെയ്തെടുത്ത്. എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ മോളെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, വീഡിയോ എടുക്കാൻ കൂടെ ആരും അങ്ങനെ വരത്തില്ല. അപ്പോൾ മോളിപ്പം അത്യാവശ്യം അവളെ കൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാനൊക്കെ കറക്റ്റൊക്കെ വീഡിയോ എടുത്തവൾ. കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ബാക്കിയൊക്കെ അവൾ സെറ്റ് ചെയ്ത് വീഡിയോ എനിക്ക് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തു. ഇനി അതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ബോക്സിൻ്റെ ആ ഒരു പരസ്യം ഇതൊക്കെ ഉണ്ടല്ലോ, ആ എഴുതിയതെല്ലാം അങ്ങ് ബ്ലാക്ക് കളറാക്കണം. നമുക്ക് ആ ഒരു പെട്ടി കറക്റ്റ് ഒരു വർക്കിംഗ് മോഡലിന് വേണ്ടി സെറ്റാക്കി എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ വർക്കിംഗ് മോഡൽ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിക്കാം. നമുക്ക് രാവിലെയാണ് കേട്ടോ, രാത്രി ഞാൻ ഉണ്ടാക്കി. രാവിലെ ആയപ്പോഴത്തേനൊക്കെ ഓക്കെ ആക്കി. ഇതേ നോക്കി, ഞാൻ കണ്ടു ഈ ഒരു ബോക്സിനകത്ത് ഞാനൊരു ഭൂമിയും ചന്ദ്രനും സൂര്യനെയും കൂടെ സെറ്റ് ചെയ്തേക്കും, നക്ഷത്രങ്ങളെയും. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രഗ്രഹണം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ, ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ കറങ്ങും കേട്ടോ. ഇങ്ങനെ കറങ്ങി നമ്മൾ ഭൂമി, അതായത് ചന്ദ്രൻ അപ്പുറത്തെ സൈഡും ഭൂമി നടുക്ക്, സൂര്യൻ അപ്പുറത്തെ സൂര്യൻ ഇരിക്കുന്ന കേട്ടോ, അവിടെ തന്നെ അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലെത്തുമ്പം എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ എത്തുമ്പോൾ എന്താ, ചന്ദ്രഗ്രഹണം സംഭവിക്കും കേട്ടോ. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രഗ്രഹണം. പിന്നെ അത് കറങ്ങി ഇതേണ്ട ഇപ്പുറത്തെ സൈഡ് എത്തും കേട്ടോ. ആ ചന്ദ്രൻ നേരെ ഭൂമിയുടെ സൂര്യൻ്റെ ഇടയിലോട്ട് വരുമ്പോൾ അത് സൂര്യഗ്രഹണമായിരിക്കും സംഭവിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ഈ ഒരു വർക്കിംഗ് മോഡൽ രാത്രി, അതായത് ഇരുട്ടുള്ള ഒരു റൂമിലോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ അത് കറക്റ്റായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയൊക്കെ രാവിലെ ആയപ്പോഴത്തേന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കൊരു വർക്കിംഗ് മോഡലിന് ചെയ്യാനുള്ള ബോളൊക്കെ എന്തായാലും കൃത്യമായിട്ടൊരു ഗ്ലോബിൻ്റെ ഇതിലുള്ള ഒരു ബോളൊക്കെ, സ്മൈലി ബോളില്ല, ആ ടൈപ്പ് ബോൾ, അതെല്ലാം സെറ്റാക്കി കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നും കൂടി ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിന് നമുക്ക് എൻ്റെ വർക്കിംഗ് മോഡൽ ഒന്ന് കാണാം അല്ലേ. രാത്രിയില്ല, ഞങ്ങൾ ടോർച്ച്, നമ്മുടെ ആ സൂര്യൻ്റെ ചെറിയൊരു ഹോളിട്ട് ടോർച്ച് അടിക്കും കേട്ടോ. അപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നേരെ അത് ചന്ദ്രനെ തട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് സൂര്യനെ കാണാൻ പറ്റാത്ത ഒരു ചെറിയ ഭാഗമായിട്ട് സൂര്യൻ മറയുന്നതായിട്ട്, ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് സൂര്യൻ മറയുന്നതായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഈ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ എന്താ, ഭൂമിയുടെ നേരിൽ ചന്ദ്രനെ പതിക്കും. അപ്പോൾ അത് ചന്ദ്രഗ്രഹണമായി പോകും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ, സഹായിക്കണേ.